വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമുക്കൊരു വെറൈറ്റി ബിരിയാണി ഉണ്ടാക്കാം, പുട്ട് ബിരിയാണി ഉണ്ടാക്കാം. അപ്പോൾ അത് വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് വരുന്ന ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്നുള്ള ഓപ്ഷനിലേക്ക് ആക്കി വയ്ക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ അതിന് വേണ്ടി നമുക്ക് ആദ്യം തന്നെ ഒരു കടായി ചൂടാക്കിയിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. വെളിച്ചെണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് 2 സബോള ചെറുതാക്കി അരിഞ്ഞു വെച്ചിട്ടുണ്ട്, അത് ആദ്യം ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് 2 തണ്ട് വേപ്പിലയും 2 പച്ചമുളകും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഒന്നും കൂടെ ഒന്ന് യോജിപ്പിച്ചെടുക്കുക. നമുക്ക് ഈ സബോള ഒന്ന് വാടി വരാനുള്ള ഒരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഒന്നും കൂടെ ഒന്ന് വാട്ടിയെടുക്കണം. ഈ സബോളൊക്കെ ഒന്ന് കളറ് മാറി കളറൊക്കെ ആയി വരുമ്പോൾ നമുക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ചതും കൂടെ ഇട്ടിട്ട് ഒന്നും കൂടെ നന്നായി വഴറ്റിയെടുക്കണം. ഇനി ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെ ഒക്കെ മണമൊക്കെ ഒന്ന് മാറി നല്ലൊരു മണമായി വരുന്നവരെ വഴറ്റിയതിന് ശേഷം നമുക്കിതിലേക്ക് തക്കാളി വേണം. 2 തക്കാളി ചെറുതാക്കി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ 2 തക്കാളിയും കൂടെ ഇതിലേക്ക് ഇട്ടിട്ട് നന്നായി ഒന്ന് വഴറ്റിയെടുക്കുക. തക്കാളി നന്നായി വെന്ത് ഉടഞ്ഞു വരുന്നൊരു പാകം വരെ വഴറ്റണം. അപ്പോൾ അതിന് വേണ്ടി നമുക്ക് ഇത് യോജിപ്പിച്ചതിന് ശേഷം മൂടി വെച്ചിട്ട് ഒരു 2-3 മിനിറ്റ് വേവിച്ചാൽ തക്കാളിയൊക്കെ നന്നായി വെന്ത് കിട്ടും. ഒരു 2 മിനിറ്റ് കഴിയുമ്പോൾ നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ തക്കാളി മുഴുവനും വെന്തിട്ടില്ല. അപ്പോൾ നമുക്ക് ഇതിലേക്കുള്ള പൊടികളും കൂടെ ചേർത്തതിന് ശേഷം ഒന്നും കൂടെ വേവിച്ചെടുക്കുക. ഇതിലേക്ക് എരിവിന് ആവശ്യമായിട്ട് നമുക്ക് 1 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുക. പിന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ഇട്ടിട്ട് നന്നായി ഒന്ന് വഴറ്റുക. നന്നായി ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം മൂടി വെച്ചിട്ട് വേവിക്കുമ്പോൾ ഈ പൊടികളുടെ പച്ചമണവും മാറും, തക്കാളി ഒന്നും കൂടെ നന്നായി വെന്ത് ഉടഞ്ഞു വരും. ഇനി ഇതിലേക്ക് നമുക്ക് ഇപ്പോൾ കുറച്ച് മസാലപ്പൊടി ഇട്ട് കൊടുക്കണം, ഗരം മസാലപ്പൊടി. അപ്പോൾ അതും കൂടെ ഇട്ടിട്ട് ഒന്നും കൂടെ അടച്ചു വെച്ചിട്ട് നന്നായി ഒന്ന് വേവിച്ചെടുക്കുക. തക്കാളി നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം. അത് ഈ ഗ്രേവിയൊക്കെ ഒന്ന് നന്നായി ഒന്ന് തിളച്ച് വറ്റി വരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതിലേക്ക് 1 ഗ്ലാസ് ചൂടുവെള്ളം, 1 ഗ്ലാസ് ചെറിയ ഗ്ലാസ് ചൂടുവെള്ളം, അധികം വേണ്ട, ചൂടുവെള്ളം കൂടെ ഒഴിച്ചിട്ട് നമുക്കിത് നന്നായി ഒന്ന് തിളപ്പിച്ചെടുക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് തിളച്ച് വരുമ്പോൾ ഇതിലേക്ക് ആവശ്യമുള്ള മുട്ട ഇട്ട് കൊടുക്കണം. ഞാൻ കാടമുട്ടയാണ് എടുത്തിട്ടുള്ളത്, കോഴിമുട്ട എടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കാം. ഇത് ക്യാമറയ്ക്ക് ആവി അടിച്ചിട്ട് കുറച്ചൊന്ന് ഭാഗം ഒന്ന് ബ്ലറായിട്ടുണ്ട്, അപ്പോൾ അതൊന്ന് ക്ഷമിക്കണം കേട്ടോ. ഇതിലേക്ക് ഇനി ഒരു പിടി മല്ലിയിലയും കുറച്ച് പുതിനയും കൂടെ ഇട്ടിട്ട് മിക്സ് ചെയ്തിട്ട് ഈ ചാറൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കണം. ഇപ്പോൾ ചാറൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ഒഴിച്ചിട്ട് ഇതൊന്നും കൂടെ മിക്സ് ചെയ്തിട്ട് മാറ്റി വയ്ക്കുക. നമുക്കിനി ഇതിലേക്കുള്ള പുട്ട് ഉണ്ടാക്കിയെടുക്കണം. പുട്ട് നമ്മൾ സാധാരണ പുട്ടുണ്ടാക്കണ പോലെ തന്നെ ഉണ്ടാക്കിയെടുക്കുക. അത് നമുക്കിങ്ങനെ ഷേപ്പൊന്നും ആവശ്യമില്ലല്ലോ, നമുക്കിത് ഉടച്ചിട്ട് ദം ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടി ഞാനിവിടെ ഒരു സ്റ്റീമറിൽ, ഇതുപോലുള്ളൊരു സ്റ്റീമറിലാണ് പുട്ട് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ ആ മുട്ട മസാല ഒന്നും കൂടെ ഒന്ന് ലൂസാക്കണം. അപ്പോൾ അതിലേക്ക് നമുക്ക് നാളികേരപ്പാൽ വേണം. നാളികേരപ്പാൽ ഇത്തിരി കട്ടിയുള്ളത് തന്നെ വേണം. അപ്പോൾ അത് ഒരു 2 കയ്യിൽ നമുക്ക് ഇതിന് ഒഴിച്ചു കൊടുക്കാം. ഇനി കുറച്ച് തൈര് വേണം, അധികം പുളിയില്ലാത്ത ഒരു 2 ടേബിൾ സ്പൂൺ തൈരും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് ഇതൊന്ന് യോജിപ്പിച്ചെടുക്കണം. പിന്നെ ഇതിലേക്ക് ഉപ്പ് കുറവുണ്ടെങ്കിൽ നോക്കിയിട്ട്, നേരത്തെ നമ്മൾ കുറച്ച് ഉപ്പെല്ലാം ഇട്ട് കൊടുത്തിട്ടുള്ളൂ, അപ്പോൾ നോക്കിയിട്ട് ഇതിലേക്കും കൂടെ ഉള്ള ഉപ്പ് തൈരിലേക്കും നാളികേരപ്പാലിലേക്കും കൂടെ ഉള്ള ഉപ്പും കൂടെ വേണമെങ്കിൽ കുറച്ചും കൂടെ ഇട്ട് കൊടുത്തിട്ട്
നന്നായി മിക്സ് ചെയ്തെടുക്കണം. നമ്മൾ പുട്ട് എന്ന് പറയുമ്പോൾ എന്തായാലും ഡ്രൈ ആയിരിക്കും. അപ്പോൾ ഈ ഒരു നാളികേരപ്പാലും തൈരും കൂടെ ആകുമ്പോൾ പുട്ട് ഇതിലിട്ട് മിക്സ് ചെയ്ത് കഴിയുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് വരും. അപ്പോൾ ഈ സ്റ്റെപ്പ് ഒഴിവാക്കരുത് എന്തായാലും. കുറച്ച് ഉപ്പും കൂടെ ഇട്ടിട്ട് നന്നായി യോജിപ്പിച്ചെടുക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് മസാല ഒക്കെ ഇട്ടിട്ട് പുട്ടൊക്കെ ഇട്ടിട്ട് നമുക്ക് ബിരിയാണിക്ക് നമ്മൾ ദം ചെയ്തെടുക്കില്ലേ, അതുപോലെ ചെയ്യണം. അപ്പോൾ അതിന് മുമ്പ് കുറച്ചൊരു നാരങ്ങ പിഴിഞ്ഞൊഴിക്കണം. ഒരു പകുതി മതി. അത് കുരുവൊക്കെ കളഞ്ഞിട്ട് അതും കൂടെ ഒന്ന് പിഴിഞ്ഞെടുക്കും, ചെറിയൊരു പുളിക്ക് വേണ്ടിയിട്ട്. ഇനി നമുക്ക് ഇതിലേക്ക് പുട്ടിട്ടിട്ട് ലെയർ ചെയ്തിട്ട് ദം ചെയ്തെടുക്കാം. അപ്പോൾ ആദ്യം ഒറ്റ ലെയർ പുട്ടിട്ട് കൊടുക്കാം. ഇത് നാളികേരം പുട്ടായതുകൊണ്ട് നാളികേരമൊക്കെ ഉള്ളത് കാരണം നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും ഈ ബിരിയാണിക്ക്. ഇനി ഇതിൻ്റെ മേലെ നമുക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കണം. നെയ്യ് എന്ന് പറയുമ്പോൾ ബിരിയാണിക്ക് ഒഴിക്കുന്ന അത്ര നെയ്യൊന്നും വേണ്ട. 1 ടേബിൾ സ്പൂൺ നെയ്യ് കുറേശ്ശായിട്ട് ഇതുപോലെ ഒഴിച്ചു കൊടുക്കുക. ഇനി കുറച്ച് മല്ലിയിലയും പുതിനയും കൂടി ഇട്ട് കൊടുക്കുക. അധികമൊന്നും വേണ്ട, കുറച്ച് മതി. ഇനി ഇതിലേക്ക് ഒരു ബിരിയാണിയുടെ ഒരു മണം വരാൻ വേണ്ടിയിട്ട് പൈനാപ്പിൾ എസൻസ്, നേരത്തെ നമ്മൾ നാളികേരപ്പാൽ എടുത്ത് വെച്ചിട്ടുള്ളതിന് കുറച്ചെടുത്തിട്ട് പൈനാപ്പിൾ എസൻസ് ഒരു 2-3 തുള്ളി ഒഴിച്ചിട്ട് അതും കൂടെ ഇതിൻ്റെ മേലെ കുറേശ്ശായിട്ട് ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കണം. ഇനി നമുക്ക് വീണ്ടും പുട്ടിട്ടിട്ട് ഇതേ സ്റ്റെപ്പ് തന്നെ വീണ്ടും ചെയ്ത് കൊടുക്കാം. അപ്പോൾ പുട്ട് ഇഷ്ടമില്ലാത്ത ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കിയാൽ തീർച്ചയായിട്ടും അവർക്ക് ഇഷ്ടമാവും. എന്താണെന്ന് വെച്ചാൽ ഇത് നമ്മളൊരു പുട്ടും ഒരു കറി ഉണ്ടാക്കുന്ന ഒരു സമയം തന്നെ വേണ്ടു, ഒരു മുട്ടക്കറിയും പുട്ടുണ്ടാക്കുന്ന ഒരു സമയം തന്നെ വേണ്ടു. പക്ഷെ ഇങ്ങനെ ചെയ്യുമ്പോൾ കുറച്ചും കൂടെ ഒരു വെറൈറ്റി ആയിരിക്കും. അപ്പോൾ ഇതൊന്ന് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. മല്ലിയിലും നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി എസൻസ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മേലേക്ക് കുറച്ച് ഗരം മസാല കൂടെ ഒന്ന് ഇട്ട് കൊടുക്കണം. അധികം പാടില്ല, കുറച്ച്. ഇനി നമുക്ക് അടച്ച് വേവിച്ചിട്ട് ഒരു 10 മിനിറ്റ് ചെറിയ ഫ്ലെയിമിൽ നമ്മൾ ബിരിയാണിയൊക്കെ ദം ചെയ്തെടുക്കണ പോലെ തന്നെ ഒരു 10 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കുക. ഇപ്പോൾ 10 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്ന് നോക്കണം. ഇനി ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ മേലെ നമ്മൾ നോക്കുമ്പോൾ ഇതുപോലെ ഡ്രൈ ആയിട്ട് തന്നെ ഇരിക്കുള്ളൂ. പുട്ടായതുകൊണ്ട് എന്തായാലും ഡ്രൈ ആയിട്ട് തന്നെ ഇരിക്കുള്ളൂ. പക്ഷെ അടിയിൽ നമുക്ക് നാളികേരപ്പാലും തൈരൊക്കെ ഉള്ളത് കാരണം താഴെന്ന് മേലേക്ക് മുഴുവൻ മസാലയും കൂടെ ഒന്ന് ഇതുപോലെ യോജിപ്പിച്ച് മുഴുവനായിട്ട് ഇതുപോലെ യോജിപ്പിച്ചെടുക്കണം. പിന്നെ നെയ്യും മല്ലിയിലയും ഇതൊക്കെ ഉള്ള കാരണം, ബിരിയാണി എസൻസ് ഒക്കെ ഉള്ള കാരണം കറക്റ്റ് ബിരിയാണിയുടെ ഒരു ടേസ്റ്റും മണവും വരും. നാളികേരപ്പാലുള്ള കാരണം പുട്ട് നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും. അപ്പോൾ ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. താങ്ക് യു.